ഡിയർ ഫ്രണ്ട്സ്, വെൽക്കം ഓൾ. നമുക്കിന്ന് പുതിയൊരു സോഫ്റ്റ്വെയർ, ഗൂഗിളിൻ്റെ ജാംബോർഡ് എന്നുള്ള സോഫ്റ്റ്വെയർ നമുക്ക് പരിചയപ്പെടാം. ഓൺലൈൻ ക്ലാസ്സസ് കൈകാര്യം ചെയ്യുന്നത് വളരെ ഉപകാരപ്രദമായിട്ടുള്ള ഒരു സോഫ്റ്റ്വെയറാണ് ജാംബോർഡ്. ഇതെടുക്കാൻ വേണ്ടി നമ്മൾ jamboard.google.com എന്ന് ടൈപ്പ് ചെയ്യും. URL നൽകും. അപ്പോൾ ആദ്യം തന്നെ നമ്മുടെ ഗൂഗിൾ അക്കൗണ്ടിൽ സൈൻ ചെയ്യേണ്ടതായിട്ടുണ്ട്. അതിനുശേഷം നമ്മൾ ഇതുപോലെ jamboard.google.com എന്ന് ടൈപ്പ് ചെയ്താൽ ഇതുപോലുള്ള പേജ് നമുക്ക് ലഭിക്കും. ഇവിടെ നമുക്ക് റൈറ്റ് സൈഡിൽ ഏറ്റവും താഴെയായി ഒരു പ്ലസ് ഐക്കൺ ഉണ്ട്. അത് ക്ലിക്ക് ചെയ്താൽ നമുക്ക് പുതിയ ഒരു ജാം ക്രിയേറ്റ് ചെയ്യാം, ന്യൂ ജാം ക്രിയേറ്റ് ചെയ്യാം. ഓക്കെ, ഞാനത് ക്ലിക്ക് ചെയ്തതിന് ശേഷം ഇതുപോലെയുള്ള ഒരു പേജ് ഓപ്പണായി വന്നിട്ടുണ്ട്. ഇവിടെ നമുക്ക് നമ്മളുടെ അൺടൈറ്റിൽഡ് ജാമിന് ഒരു പേര് കൊടുക്കാം. ഞാൻ CS എന്നുള്ള പേര് നൽകുകയാണ്. ഓക്കെ, ഇനി നമുക്ക് ഇതിനകത്തുള്ള ഫീച്ചേഴ്സ് എന്തൊക്കെയാണെന്ന് ഓരോന്നായി പരിചയപ്പെടാം. ഫസ്റ്റ് സെറ്റ് ബാക്ക്ഗ്രൗണ്ട് എന്നുള്ള ഒരു മെനു കാണാം. ഇവിടെ നമുക്ക് നമ്മളുടെ ബോർഡിൻ്റെ ബാക്ക്ഗ്രൗണ്ട് ചേഞ്ച് ചെയ്ത് കൊടുക്കാം. നമുക്കിഷ്ടമുള്ള ബ്ലാക്ക് ബാക്ക്ഗ്രൗണ്ടുള്ള ബോർഡ് വേണമെങ്കിൽ അത് സെറ്റ് ചെയ്യാം. പലതരത്തിലുള്ള ബാക്ക്ഗ്രൗണ്ടുകൾ സെറ്റ് ചെയ്യാനുള്ള പ്രൊവിഷൻ ഇവിടെ തന്നിട്ടുണ്ട്. നമ്മൾ ചെറിയ കുട്ടികൾക്കൊക്കെ എഴുത്തൊക്കെ പഠിപ്പിക്കുകയാണെങ്കിൽ നമുക്ക് ഇതുപോലെയുള്ള ലൈൻസ്, 2 ലൈൻസ് ഉള്ള ഈ ഒരു ബാക്ക്ഗ്രൗണ്ട് സെറ്റ് ചെയ്യാം. ഓക്കെ, നമ്മൾ ഇതിൻ്റെ തൊട്ട് മുകളിലായി കാണുന്ന ഈ ഒരു പോർഷൻ നമുക്ക് ഒന്നിലധികം ഫ്രെയിംസ് ക്രിയേറ്റ് ചെയ്യാം. ഇപ്പോൾ രണ്ടാമത്തെ ഫ്രെയിം ഞാൻ എടുത്തിട്ടുണ്ട്. അതിനൊരു ബാക്ക്ഗ്രൗണ്ട്, വ്യത്യസ്തമായിട്ടുള്ള ഒരു ബ്ലൂ ബാക്ക്ഗ്രൗണ്ട് ഞാൻ കൊടുത്തിട്ടുണ്ട്. ഫസ്റ്റ് വൈറ്റും അതുപോലെ തന്നെ സെക്കൻഡ് ബ്ലൂ ബാക്ക്ഗ്രൗണ്ട് നൽകിയിട്ടുണ്ട്. നമുക്ക് എത്ര വേണമെങ്കിലും ഫ്രെയിമുകൾ ആഡ് ചെയ്ത് കൊടുക്കാം. ശരി, നമുക്ക് ഇടതുവശത്ത് വരാം. കുറേ ടൂൾസ് ഇവിടെ ലിസ്റ്റ് ചെയ്തിട്ടുണ്ട്. ഓരോ ടൂളായിട്ട് നമുക്ക് പരിചയപ്പെടാം. ഫസ്റ്റ് തന്നെ ഒരു പെന്നിൻ്റെ സിമ്പിളാണ് നിങ്ങൾക്ക് കാണാൻ സാധിക്കുക. അവിടെ നമുക്ക് പെൻ, മാർക്കർ, അതുപോലെ തന്നെ പെയിൻറ് ബ്രഷ്, ഹൈലൈറ്റർ എന്നുള്ള ടൂളുകൾ കാണാം. അതിന് നമുക്ക് ഇഷ്ടപ്പെട്ട കളറുകൾ നൽകുകയും ഞാനിവിടെ വൈറ്റ് കളർ ചൂസ് ചെയ്തിട്ടുണ്ട്. ഇത് ഉപയോഗിച്ചിട്ട് നമുക്ക് ചിത്രങ്ങൾ വരക്കാൻ വേണ്ടി കഴിയും. അപ്പോൾ അത് അൺഡു ചെയ്താൽ നമ്മൾ ചെയ്ത ചിത്രങ്ങൾ നമുക്ക് അൺഡു ചെയ്യാം, മായ്ച്ച് കളയാം. തൊട്ട് മുന്നിൽ നമ്മൾ ചെയ്തിട്ടുള്ള വർക്കുകൾ. അതുപോലെ തന്നെ അതിൻ്റെ താഴെ ഇറേസ് ഉണ്ട്, വേണമെങ്കിൽ നമുക്ക് ഇറേസ് ചെയ്യാം. വേറൊരു ടൂള് ഹൈലൈറ്റർ എന്നുള്ള ടൂൾ നമുക്ക് ട്രൈ ചെയ്ത് നോക്കാം. ഓക്കെ, ഇതുപോലെ നമുക്ക് മനോഹരമായിട്ട് നമ്മൾ മാർക്കർ പെന്നെ കൊണ്ടെഴുതുന്നത് പോലെ, കുറച്ച് തടിച്ചിട്ടുള്ള മാർക്കർ പെന്നെ കൊണ്ടെഴുതുന്ന പോലെയുള്ള എഴുത്തുകളും വരകളും നമുക്കിവിടെ കൊണ്ടുവരാം. ഇവിടെ വേറൊരു മാർക്കർ എന്നുള്ള ഓപ്ഷൻ ഉണ്ട്. കളർ ചേഞ്ച് ചെയ്തിട്ട് നമുക്ക് ഉപയോഗിക്കാം. ഇപ്പം നമ്മൾ ക്ലിയർ ഫ്രെയിം എന്നുള്ള മെനു അത് ക്ലിക്ക് ചെയ്താൽ നമ്മൾ എന്തൊക്കെയാണ് നമ്മൾ ആ ഫ്രെയിമിനകത്ത് ചെയ്തിട്ടുള്ളത് അതൊക്കെ ഡിലീറ്റ് ആയി മുഴുവനായിട്ട് ക്ലിയർ ചെയ്ത് നമുക്ക് സ്ക്രീൻ ലഭിക്കും. ഓക്കെ, നമുക്കിത് ഇറേസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഇറേസർ ടൂൾ ഉപയോഗിച്ച് ഇതുപോലെ നമ്മൾ വരച്ചിട്ടുള്ള കാര്യങ്ങൾ ഇറേസ് ചെയ്ത് കൊടുക്കാം. നമ്മൾ സാധാരണ പെയിൻറ് ബ്രഷിലൊക്കെ കാണുന്ന പോലെയുള്ള ഇറേസർ ടൂള് ഇവിടെയും ലഭ്യമാണ്. ഇനി നമുക്ക് സെലക്ഷൻ ടൂൾ. ഓക്കെ, സെലക്ഷൻ ടൂള് എന്താണെന്ന് പരിചയപ്പെടുത്താനായി ഞാൻ ഒരു ഒബ്ജക്റ്റിനെ ഇവിടെ കൊണ്ടുവന്നിട്ടുണ്ട്. ഓക്കെ, ഈ സെലക്ഷൻ ടൂൾ ക്ലിക്ക് ചെയ്താൽ നമുക്ക് നമ്മൾ ക്രിയേറ്റ് ചെയ്ത ഓബ്ജക്റ്റിനെ ഇതുപോലെ
ഡ്രാഗ് ചെയ്ത് റൊട്ടേറ്റ് ചെയ്യാനൊക്കെ നമുക്ക് സാധിക്കും. നമുക്ക് ഒരുപാട് പലതരത്തിലുള്ള ഓബ്ജക്ട്സ് ക്രിയേറ്റ് ചെയ്യാം. സർക്കിൾസ് ഉണ്ട്, റെക്റ്റാങ്കിൾ, എയറോ മാർക്ക് ഉണ്ട്. നമുക്ക് ഡയറക്ഷൻ കാണിക്കാൻ വേണ്ടി ഇങ്ങനെയുള്ള എയറോ മാർക്കുകൾ ഉപയോഗപ്പെടുത്താം. നെക്സ്റ്റ് വേറൊരു മനോഹരമായിട്ടൊരു ഫീച്ചറാണ് നമ്മൾ ജാംബോർഡിൽ സ്റ്റിക്കി നോട്ട്സ്. സ്റ്റിക്കി നോട്ട്സ് നമുക്ക് ക്രിയേറ്റ് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് നോക്കാം. ഞാനിവിടെ നല്ലൊരു കളർ ചൂസ് ചെയ്ത് ലെസൺ 1 എന്നുള്ളൊരു സ്റ്റിക്കി നോട്ട് കൊടുത്തിട്ടുണ്ട്. ഓക്കെ, ഇത് കണ്ടോ നിങ്ങൾ? വളരെ ഭംഗിയിൽ നമുക്ക് നോട്ട്സ് സ്റ്റിക്കി നോട്ട് ക്രിയേറ്റ് ചെയ്യാം. അതിന് റൊട്ടേറ്റ് ചെയ്തിട്ട് നമുക്ക് പ്രോപ്പർ പൊസിഷൻ ചെയ്യാം. അതുപോലെ തന്നെ ഡ്രാഗ് ചെയ്ത് വലുപ്പം വർദ്ധിപ്പിക്കാൻ കഴിയും. നമുക്കിപ്പോൾ നമ്മൾ ഒന്നിലധികം ഫ്രെയിംസ് ഉണ്ടെങ്കിൽ ഓരോ ഫ്രെയിമിനും നമുക്ക് ഒരു നോട്ട്സ് സ്റ്റിക്കി നോട്ട് നൽകാം. ഇത് എന്തിനെക്കുറിച്ചാണ് നമ്മൾ ആ ഫ്രെയിമിൽ പറയുന്നത് എന്ന് കാണുന്ന ആൾക്കാർക്ക്, വിദ്യാർത്ഥികൾക്ക് മനസ്സിലാവും, എളുപ്പത്തിൽ മനസ്സിലാക്കാൻ കഴിയും. ഓക്കെ, ഞാനിവിടെ കമ്പ്യൂട്ടർ സയൻസ് എന്നുള്ളൊരു സ്റ്റിക്കി നോട്ട് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. ഓക്കെ, നെക്സ്റ്റ് നമുക്ക് ഇമേജസ് ആഡ് ചെയ്ത് കൊടുക്കാം. നമ്മളുടെ ഈ ബോർഡിലേക്ക് നമ്മൾ പുറമേയുള്ള ഇമേജസ്, ഡയഗ്രാംസ് എല്ലാം നമുക്ക് വെച്ച് എക്സ്പ്ലനേഷൻ ചില സമയം ചെയ്യേണ്ടതായിട്ട് വരും. ആ ഒരു അവസരത്തിൽ നമുക്ക് ബിൽഡിനായിട്ടുള്ള ഇമേജ് ഉണ്ടെങ്കിൽ ആ ഇമേജുകൾ അല്ലെങ്കിൽ ഡയഗ്രാംസ് ഒക്കെ നമുക്ക് നമ്മളുടെ ഈ ബോർഡിലേക്ക് കൊണ്ടുവരാൻ കഴിയും. അതിനു വേണ്ടിയാണ് നമ്മൾ ഇമേജ് യൂസ് ചെയ്യുന്നത്. ഇവിടെ നമുക്ക് ഡെസ്ക്ടോപ്പിൽ അല്ലെങ്കിൽ നമ്മൾ ഏതെങ്കിലും ഫയലിനകത്തുള്ള നമ്മുടെ കമ്പ്യൂട്ടറിനകത്തുള്ള ഇമേജസിനെ നമുക്ക് അപ്ലോഡ് ചെയ്ത് കൊടുക്കാം. ഇതുപോലെ അത് ലോഡാകുന്നുണ്ട്. നല്ല നെറ്റിൻ്റെ സ്പീഡ് ഉണ്ടെങ്കിൽ നമുക്ക് സ്മൂത്തായിട്ട് ഈ ഒരു ആപ്ലിക്കേഷൻ ഉപയോഗിക്കാം. ഇനി നമുക്ക് ടെക്സ്റ്റ് ടൂള് നോക്കാം. ടെക്സ്റ്റ് ടൂൾ ഞാൻ ചൂസ് ചെയ്തിട്ടുണ്ട്, ഏറ്റവും താഴെയായിട്ടുള്ള ടെക്സ്റ്റ് ടൂള്. ഇവിടെ നമുക്ക് ടൈപ്പ് ചെയ്യാം. ഓക്കെ, വെൽക്കം ടു സ്കൂൾ എന്ന ടെക്സ്റ്റ് ഞാൻ നൽകിയിട്ടുണ്ട്. നമുക്ക് ഡ്രാഗ് ചെയ്തിട്ട് ഇപ്പോൾ താഴത്തെ ലൈനിൽ വരുന്നുണ്ടെങ്കിൽ ഡ്രാഗ് ചെയ്ത് വിരിച്ച് നീട്ടിയാൽ നമുക്കത് നേരെയാക്കാം. വേണമെങ്കിൽ ഇതുപോലെ ഡ്യൂപ്ലിക്കേറ്റ്സ് എഡിറ്റ് ഉണ്ട്, ഡ്യൂപ്ലിക്കേറ്റ് ചെയ്താൽ നമുക്ക് ഡ്യൂപ്ലിക്കേറ്റ് ലഭിക്കും. ഇതിൻ്റെ ഞാനിവിടെ ഒരു കോപ്പി വേറെ സൃഷ്ടിച്ച് ഞാൻ വെൽക്കം ടു ഹയർ സെക്കൻഡറി സ്കൂൾ എന്നുള്ള ടെക്സ്റ്റ് നമുക്കിവിടെ നൽകാം. ഇതുപോലെ നമുക്ക് ടെക്സ്റ്റ് മാത്രമല്ല നമ്മളെ ഓബ്ജക്ട്സും നമുക്ക് ഡ്യൂപ്ലിക്കേറ്റ് ചെയ്യാൻ കഴിയും. ഈ റൈറ്റ് സൈഡിലുള്ള ആ ഒരു ബട്ടൺ, റൈറ്റ് സൈഡിലുള്ള ആ 3 ഡോട്ട്സ് ക്ലിക്ക് ചെയ്താൽ ഡ്യൂപ്ലിക്കേറ്റ് എന്നുള്ള പ്രൊവിഷൻ കാണാം. ഇമേജ് ലോഡാകുന്നില്ല, അതുകൊണ്ട് ഞാൻ അതിനെ ഡിലീറ്റ് ചെയ്ത് കളഞ്ഞിട്ടുണ്ട്. ഇമേജ് നമുക്ക് നല്ല സൈസ് കുറവുള്ള ഇമേജ് എളുപ്പത്തിൽ ആഡ് ചെയ്യാം. ഇനി ലാസ്റ്റുള്ള ടൂള് അതുപോലെ നമുക്ക് ഒരു ലേസർ ടൂള്. നമുക്ക് സാധാരണ നമ്മൾ പോയിന്റ് ചെയ്യുന്ന ടൂള്, ലേസർ വെച്ച് നമ്മൾ പോയിന്റ് ചെയ്യുന്നുണ്ട്. അതുപോലെ ഒരു ടൂളാണ്. എളുപ്പത്തിൽ നമ്മളൊരു ടോപ്പിക്ക് ഡിസ്കസ് ചെയ്യുമ്പം ഒരു പോയിന്റിന് നമുക്ക് ഇങ്ങനെ ഹൈലൈറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഈ ഒരു രീതിയിൽ നമുക്ക് ഉപയോഗപ്പെടുത്താം. അത് പെട്ടെന്ന് തന്നെ മാഞ്ഞു പോവുകയും ചെയ്യും. സോ ഇത്രയും ടൂൾസ് ആണ് ലെഫ്റ്റ് സൈഡിലുള്ളത്. അതൊക്കെ നമ്മൾ കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞു. ഇനി നമുക്ക് ഈ 3 ഡോട്ട്സിനകത്ത് കൊടുത്തിട്ടുള്ള കാര്യങ്ങൾ നോക്കാം. അപ്പോൾ അതിനകത്ത് നമുക്ക് ഡൗൺലോഡ് ആസ് PDF എന്നുള്ള മെനു ഉണ്ട്. നമുക്ക് നമ്മളുടെ ക്രിയേറ്റ് ചെയ്തിട്ടുള്ള ഈ ബോർഡിൽ ഉള്ള കണ്ടൻസിന് PDF ആയി ഡൗൺലോഡ് ചെയ്ത് കൊടുക്കാം. ഡൗൺലോഡ് ചെയ്ത് ഷെയർ ചെയ്യുകയൊക്കെ ചെയ്യാം. നമുക്ക് സ്റ്റുഡൻസിന് ആ ഒരു ദിവസം തന്നെ അത് ഷെയർ ചെയ്ത് കൊടുക്കാം. സേവ് ഫ്രെയിം ആസ് ഇമേജ് ഉണ്ട്, ഇമേജ് ആക്കി നമുക്ക് സേവ് ചെയ്യാം. അത് റീനെയിം ചെയ്യണമെങ്കിൽ നമുക്ക് റീനെയിം ചെയ്യാം. നമ്മൾ പേര് കൊടുത്തിട്ടുണ്ട്, ആ പേര് നമുക്ക് മാറ്റാം.
റിമൂവ് ഓപ്ഷൻ ഉണ്ട്, മേക്ക് എ കോപ്പി എന്നുള്ള ഓപ്ഷൻ. ഇത്രയുമാണ് ഇതിനകത്ത് ഉള്ള കാര്യങ്ങൾ. നെക്സ്റ്റ് ഷെയർ എന്നുള്ള, നമുക്ക് ഈ ജാംബോർഡ് വേറൊരു യൂസർക്ക് അല്ലെങ്കിൽ നമ്മൾ സ്റ്റുഡൻസിന് നമുക്ക് ഷെയർ ചെയ്യാം. അവർക്ക് ആ ഷെയർ ചെയ്ത ബോർഡിനകത്ത് എഡിറ്റ് ചെയ്യാം, അവരുടേതായിട്ടുള്ള കണ്ടൻസ് അതിനകത്ത് ആഡ് ചെയ്യാം. ഓക്കെ, അതിനുവേണ്ടി ഗെറ്റ് ലിങ്ക് ഉണ്ട്. അവിടെ ഞാൻ anyone എന്നുള്ള ഓപ്ഷൻ ചൂസ് ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ എഡിറ്ററായിട്ട് അപ്ഡേറ്റ് ചെയ്തിട്ടുണ്ട്. ഓക്കെ, എഡിറ്റർ ആകുമ്പോൾ എഡിറ്റ് ചെയ്യാനുള്ള പ്രൊവിഷൻ ലഭിക്കും. അപ്പോൾ ഇവിടുന്ന് ഞാൻ ആ ലിങ്ക്, നമ്മൾ ജാംബോർഡിൻ്റെ ലിങ്ക് കോപ്പി ചെയ്യുകയാണ്. നമ്മൾ ഗൂഗിൾ മീറ്റാണ് യൂസ് ചെയ്യുന്നുണ്ടെങ്കിൽ നമുക്ക് ഗൂഗിൾ മീറ്റ് ഉപയോഗിച്ചിട്ട് ഷെയർ ചെയ്യാം, അല്ലെങ്കിൽ വാട്സപ്പ് ആണെങ്കിൽ വാട്സപ്പ് ഉപയോഗിച്ചിട്ട് നമുക്ക് ആ ജാംബോർഡിൻ്റെ ലിങ്ക് ഷെയർ ചെയ്ത് കൊടുക്കാം. ഞാനിവിടെ ഗൂഗിൾ മീറ്റാണ് ചൂസ് ചെയ്യുന്നത്. പിന്നെ മീറ്റിംഗ്, സ്റ്റാർട്ട് ഇൻസ്റ്റൻറ്റ് മീറ്റിംഗ് കൊടുത്തിട്ടുണ്ട്. നിങ്ങളെ ഒരു ഡെമോ കാണിക്കാൻ വേണ്ടിയാണ് ഞാനൊരു മീറ്റ് ഉപയോഗിക്കുന്നത്. മീറ്റിൻ്റെ ലിങ്ക് ഷെയർ ചെയ്യുകയാണ്. അഡ്മിറ്റ് കൊടുക്കാം. നമുക്ക് അവിടെ അഡ്മിഷൻ ചോദിച്ചിട്ടുണ്ട്, അഡ്മിറ്റ് കൊടുക്കാം. ഓക്കെ, ജസ്റ്റ് ഞാൻ ഈ ലിങ്ക് ഒന്നുകൂടി കോപ്പി ചെയ്ത് അതവിടെ പേസ്റ്റ് ചെയ്തു. ഓക്കെ, എൻ്റർ അടിച്ചാൽ ആ ചാറ്റിൽ, നമ്മളുടെ മീറ്റിൻ്റെ ചാറ്റിൽ പബ്ലിക്കായി നമുക്ക് ഈ ഒരു ജാംബോർഡിൻ്റെ ലിങ്ക് ഷെയർ ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഇതിൽ പങ്കെടുക്കുന്ന ആൾക്ക് ആ ലിങ്ക് ക്ലിക്ക് ചെയ്ത് ജാംബോർഡിലേക്ക് പോവാം. നമുക്കത് ആ ഒരു മൊബൈൽ ഫോൺ യൂസ് ചെയ്തിട്ട് ഇത് കാണുന്ന സ്റ്റുഡൻറ്റിൻ്റെ ഇൻ്റർഫേസ് എങ്ങനെയാണെന്ന് നോക്കാം. അപ്പോൾ ഇതിൽ ജാംബോർഡ് ഇൻസ്റ്റാൾ ചെയ്യണം. ഇൻസ്റ്റാൾ ചെയ്താൽ ഇതുപോലെ ആ ലിങ്ക് ക്ലിക്ക് ചെയ്താൽ നേരെ ജാംബോർഡിലേക്ക് ഇത് ഓപ്പൺ ചെയ്ത് വരും. നമ്മൾ താൽക്കാലികമായി ക്രിയേറ്റ് ചെയ്ത ബോർഡ് നമുക്കിവിടെ കാണാം. ലെസൺ 1 ആ ഒരു ഏറോ മാർക്ക് റെക്ടാങ്കിളൊക്കെ നമ്മൾ ക്രിയേറ്റ് ചെയ്തതാണ്. ഓക്കെ, അപ്പോൾ നമുക്കിവിടെ എഡിറ്റ് ചെയ്യാം. സ്റ്റുഡൻറ്റിന് എന്തെങ്കിലും കണ്ടൻസ് അല്ലെങ്കിൽ ടെക്സ്റ്റ് ഒക്കെ ആഡ് ചെയ്യാം. ഇവിടെ വേറെ കുറച്ച് ഫീച്ചേഴ്സ് കൂടി നമ്മളുടെ പെൻ ടൂൾ ഇതിലെടുത്തിട്ടുണ്ട്. ഇവിടെ നമുക്ക് താഴെ ടൂൾ ബാറുകൾ കാണാം. അവിടുത്തെ പെൻ ടൂളുകളിൽ ഞാൻ എ എന്നുള്ളൊരു ഇതെടുത്തിട്ടുണ്ട്. അതായത് നമ്മൾ വെറുതെ നമ്മളിങ്ങനെ കൈകൊണ്ടൊന്ന് കോറിയിട്ടാൽ അതൊരു ലെറ്ററായിട്ട് കൺവേർട്ട് ചെയ്യപ്പെടും. അത് നമ്മൾ ഡെസ്ക്ടോപ്പിൽ വ്യൂ ചെയ്യുന്ന ആ ഒരു ഏരിയയിൽ നമ്മൾ കണ്ടിട്ടില്ല. മൊബൈലിൽ നമ്മൾ ജാംബോർഡ് ഇൻസ്റ്റാൾ ചെയ്താൽ നമുക്ക് ഈ ഒരു പ്രൊവിഷൻ കാണാം. അത് നമ്മളിപ്പോൾ ഒരു ഓബ്ജക്റ്റാണ് നമ്മൾ ഡ്രോ ചെയ്യുന്നുണ്ടെങ്കിൽ എക്ക് പകരം നമ്മൾ മറ്റുള്ള ആ ഒരു ഓബ്ജക്റ്റിൻ്റെ ഓപ്ഷൻ ചൂസ് ചെയ്താൽ നമുക്ക് അത് ഓട്ടോമാറ്റിക്കലി ഓബ്ജക്റ്റ് ക്രിയേറ്റ് ചെയ്ത് തരും. സർക്കിളൊക്കെ നമുക്ക് വളരെ ഭംഗിയിൽ വരക്കാൻ കഴിയും അത് ഉപയോഗിച്ച്. ഓക്കെ, ഇനി നമുക്ക് വ്യൂവർ പ്രൊവിഷൻ മാത്രം കൊടുത്തിട്ട് സ്റ്റുഡൻസിന് വ്യൂ ചെയ്യാനുള്ള ഓപ്ഷൻ മാത്രം കൊടുക്കാം. ഓക്കെ, നമ്മൾ ഇത്രയും സമയം എഡിറ്റ് ചെയ്യാനുള്ള ഓപ്ഷനാണ് കൊടുത്തിട്ടുള്ളത്. അത് മാറ്റി നമുക്ക് വ്യൂ ചെയ്യാനുള്ള ഓപ്ഷൻ മാത്രം കൊടുക്കാം. ഓക്കെ, അപ്പോൾ അങ്ങനെ നൽകുമ്പോൾ ഇവിടെ നമുക്ക് ജാം യൂസ് ചെയ്തുകൊണ്ട് വെക്കുമ്പോൾ അത് റീലോഡ് ചെയ്യാനുള്ളൊരു മെസ്സേജ് വന്നിട്ടുണ്ട്. ജസ്റ്റ് റീലോഡ് ചെയ്തിട്ടുണ്ട്. റീലോഡ് ചെയ്താൽ നമുക്ക് താഴെ കാണാം ഒരു ഐൻ്റെ ഐക്കൺ. താഴെ നമ്മൾ ആ ടൂൾ ബോക്സ് ഒന്നും അവിടെ കാണില്ല. ഓക്കെ, ജസ്റ്റ് വ്യൂ ചെയ്യാൻ മാത്രം സാധിക്കും. ഇതുപോലെ നമുക്ക് ഫ്രെയിമുകൾ മൂവ് ചെയ്തിട്ട് ജസ്റ്റ് കണ്ടൻസ് കാണാൻ മാത്രമേ കഴിയുകയുള്ളൂ. ഓക്കെ, അപ്പോൾ എഡിറ്റ് ഓപ്ഷൻ കൊടുക്കാം നമുക്ക്, അല്ലെങ്കിൽ വെറുതെ നമുക്ക് വ്യൂ ഓപ്ഷൻ കൊടുക്കാം. ഇനി നമുക്ക് ഗൂഗിൾ മീറ്റ് വഴി എങ്ങനെ നമുക്ക് ജാംബോർഡ് ഷെയർ ചെയ്യാം, അതായത് സ്ക്രീൻ ഷെയറിങ് പോലെ നമുക്ക് ചെയ്യാം. അപ്പോൾ ഞാനിവിടെ ഒരു ടാബാണ് ഷെയർ ചെയ്തിട്ടുള്ളത്. ശ്രദ്ധിക്കുക, ടാബാണ് ഷെയർ ചെയ്തിട്ടുള്ളത്. അതായത് CS ജാമിലെ ടാബ് ഷെയർ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ടാബ് ഷെയർ ചെയ്താൽ മൊബൈൽ റൈറ്റ് സൈഡിൽ ഞാൻ കാണിക്കുന്നുണ്ട്. മൊബൈലിലെ സ്ക്രീനാണത്. അവിടെ നമ്മൾ ജസ്റ്റ് ഒന്ന് സ്ക്രീൻ പിടിച്ച് സൂം ചെയ്താൽ നമ്മുടെ ബോർഡിൻ്റെ മുഴുവനായിട്ടുള്ള ഭാഗം നമുക്ക് കാണാൻ കഴിയും. അപ്പോൾ ഇവിടെ വരുത്ത ചേഞ്ചസ്, ഇവിടെ നമ്മൾ ജസ്റ്റ് നമ്മളുടെ കമ്പ്യൂട്ടറിനകത്ത്, അതായത് അധ്യാപകർ
ചെയ്യുന്ന മാറ്റങ്ങളൊക്കെ സ്റ്റുഡൻസിന് ഓൺ ദ സ്പോട്ടിൽ അവരുടെ മൊബൈലിൽ അവർ ജാംബോർഡിനകത്ത് കാണാൻ കഴിയും. ഇപ്പം നമ്മളിവിടുന്ന് കണ്ടൻസ് ഒക്കെ ടൈപ്പ് ചെയ്യുന്നതും അതുപോലെ നമ്മൾ ഒരു ക്വസ്റ്റ്യൻ നമുക്ക് വേണമെങ്കിൽ കുട്ടികളോട് ചോദിക്കാം. കുട്ടികൾക്ക് എഡിറ്റ് പ്രൊവിഷൻ ഉണ്ടെങ്കിൽ അവർക്കത് ഓൺ ദ സ്പോട്ടിൽ അവർക്ക് അവിടെ എഴുതിയിട്ട് അതിൻ്റെ ആൻസർ നൽകാം. അങ്ങനെ ഉള്ള ആപ്ലിക്കേഷൻ ഇതിനുണ്ട്. അപ്പോൾ വാട്ട് ഈസ് എ കമ്പ്യൂട്ടർ എന്നുള്ളൊരു ക്വസ്റ്റ്യൻ ഞാൻ ചോദിക്കുകയാണ്. അപ്പോൾ കുട്ടികൾക്ക് ഒന്നുകിൽ ഈ ജാംബോർഡ് തന്നെ ആൻസർ ചെയ്യാം, അല്ലെങ്കിൽ നമുക്ക് ഗൂഗിൾ മീറ്റ് ആണെങ്കിൽ ആ ചാറ്റ് യൂസ് ചെയ്തിട്ട് ആൻസർ ചെയ്യാം, ചാറ്റ് ഓപ്ഷൻ യൂസ് ചെയ്തിട്ട് ആൻസർ ചെയ്യാം. അങ്ങനെയൊക്കെ നമുക്ക് ഈ ഒരു ബോർഡിൻ്റെ ഉപയോഗം, ജാംബോർഡിൻ്റെ ഉപയോഗം നമുക്ക് പ്രയോജനപ്പെടുത്താം. ഫോണ്ടിൻ്റെ കളറൊക്കെ അഡ്ജസ്റ്റ് ചെയ്യാം. വൈറ്റ് ബോർഡിൽ, ബ്ലാക്ക് ബോർഡിൽ വൈറ്റ് കളറിൽ നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാം. ഞാനിവിടെ ജസ്റ്റ് ഫ്രെയിം മാറ്റുന്ന ആ സമയത്ത് തന്നെ മൊബൈൽ ഫോണിൽ ഇപ്പുറം നമുക്ക് അതിൻ്റെ ചേഞ്ചസ് കാണാം. ഓക്കെ, അപ്പോൾ എല്ലാവരും ഇത് പരമാവധി ഉപയോഗപ്പെടുത്തുക. ഈ ഒരു ഫീച്ചർ ജാംബോർഡിൻ്റെ ഗൂഗിൾ ജാംബോർഡ് മാക്സിമം യൂസ് ചെയ്യുക. താങ്ക് യു എവരിബഡി.